കണ്ടു തെറിയ അയ്യോ എരിപോട്. ഇതാണോ ജോളജിപ്പാണ് ഒരു ഇതല്ലേ? ഇപ്പൊ ടോട്ടൽ 10 മുളക് വീതം കേടികളിലും 10 മുളക് നമ്മുടെ കിംബോയി അകത്താക്കിയിട്ടുണ്ട്. നടിക്കുന്ന ശ്രീകല എന്തൊക്കെയാ പറയുന്നത്? എന്ത് പറ്റി? പോടാ വായെല്ലാം പോടാ, ചൂടെല്ലാം പോയി. പാർട്ടിനെ പറടാ. നല്ല മുളകായിരുന്നു, ആരും മേടിച്ചു. ഭയങ്കര ചമ്മന്തി എടുക്കാൻ അടിപൊളിയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര മധുരമാണ്. എല്ലാവർക്കും ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ ചിരി മാറുന്ന ചലഞ്ചാ. ഇവന്റെ ഒക്കെ ചിരി മാറും ഇന്നത്തെ ചലഞ്ച്. നാടൻ മുളക് തീറ്റ മത്സരം, പച്ചമുളക് തീറ്റ മത്സരം. പച്ചമുളക് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന വ്യക്തിക്ക് 2000 രൂപ. ഇന്നത്തെ മാച്ച് കോർഡിനേറ്റ് ചെയ്തത് ഞാനല്ല, കേടിയളിയനാണ്. കേടിയളിയൻ നമസ്കാരം. പ്രത്യേകം പറഞ്ഞാണ് പുള്ളി ഇന്ന് ഈ ഒരു ചലഞ്ച് വെപ്പിച്ചത്. എനിക്ക് 2000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇന്നൊരു സ്വർണ്ണം അടിക്കാനാണ്. കായലും കയ്യിലും എല്ലാം സ്വർണ്ണമാണല്ലോ ഇപ്പൊ. ഈ 2 കാതുണ്ട്. എന്താണ് ആൾക്കാർക്ക് എന്റെ എത്ര പൈസ ആയിരിക്കും? പിന്നെ പൈസ ഇല്ലാതെ സ്വർണ്ണം പിന്നെ മുറുക്കാൻ വരെ കിട്ടുമോ സ്വർണ്ണം? നിന്റെ ചിരി പറ്റാ. ഈ ചലഞ്ചിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർക്കും ഫസ്റ്റ് റൗണ്ടിൽ 5 പച്ചമുളക് ചുറ്റും. 5 പച്ചമുളക് വെച്ചിട്ട് ആ 5 പച്ചമുളകും അവർ വായിലിടുക. ഇറക്കാൻ പാടില്ല. വായിലിട്ട് ചവച്ചുകൊണ്ടേയിരുന്ന് എത്ര നേരം നിൽക്കുന്നു. അതിന് ചിലപ്പോൾ ചിലരൊക്കെ ഔട്ടായി പോകുമായിരിക്കും. ഔട്ടായി പോകാത്തവരുണ്ടെങ്കിൽ പിന്നെ 5 എണ്ണം കൊടുക്കും. പിന്നെ അവർ ചവച്ചുകൊണ്ടേയിരിക്കുക. അതും പുറത്താതെ നിൽക്കുകയാണെങ്കിൽ പിന്നെയും കൊടുക്കും 5 എണ്ണം. അങ്ങനെ ലാസ്റ്റിൽ ആരാണോ നിൽക്കുന്നത് അവരായിരിക്കും വിജയി. ഞാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ ഇന്ന് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെല്ലാം ഉണ്ട്. ആരെയും മാറ്റി നിർത്തത്തില്ല. എരിച്ച് പിന്മാറുന്നവർക്ക് നാടൻ വെള്ളം, നാടൻ ലസ്സി, നാടൻ മുട്ടായി എല്ലാം വെച്ചിട്ടുണ്ട്. അമൂൽ നാടൻ മുട്ടായി. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് മത്സരം തുടങ്ങിയേക്കാം. ഓക്കെ, നമ്മളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിതിരളിയം ഇവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിയോട് പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് തീറ്റ മത്സരം എന്ന് പറഞ്ഞേക്കുന്നത്. നിതിരളി ചോക്ലേറ്റ് റെഡിയാണ്. ചോക്ലേറ്റോ? അത് ചുമ്മാ പുറത്താണവർക്ക് തോക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ എന്താ ഐറ്റം. അല്ല, കഴിഞ്ഞ ഐസ്ക്രീം തീറ്റ മത്സരത്തിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും തുടർന്ന് ഇപ്പം റിക്കവറായി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് മുതിരുന്നില്ല. ഒരെണ്ണം ഇങ്ങനെ കടിച്ചിട്ട് ഞാൻ എടുത്ത് കളയാം. ഫുൾ മാനേജ് ചെയ്യുന്നത്. പുള്ളിയോട് പറയും. എനിക്കറിയത്തില്ല ആവശ്യമുണ്ട്. ഇവൻ സ്ഥിരമായിട്ട് ഈ എല്ലാ ആഴ്ചയും ഓരോ പച്ചമുളക് തീറ്റ മത്സരം വീട്ടിൽ നടത്തുന്നത്. പിള്ളേർ ബെൽറ്റ് ഡെയിലി ഉണ്ട്. പിള്ളേരെ 1 രൂപ വെച്ച് മേടിക്കും. 1 രൂപ വെച്ച്. നമ്മുടെ മത്സരത്തിന് വേണ്ടി നാടൻ ലസ്സി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ലസ്സി ഇറക്കിയത്. പാല് കിട്ടിയില്ല. പാല് അവിടെ കറന്ന് തീർന്നു പോയി. പിന്നുള്ളത് നാടൻ മുട്ടായി, നാടൻ മുട്ടായി, നാടൻ വെള്ളം, നാടൻ കപ്പ. എന്തോളെ ജയിക്കൂ. എന്താ ഇപ്പൊ കുറച്ച് ദിവസം നെഗറ്റീവ് ആണല്ലോ മൊത്തത്തിൽ. വയ്യ ഡയലോഗ് അത്. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. കണ്ണാണ് നാടൻ കണ്ണ്. ഓക്കെ തിരിച്ചു വരട്ടെ. അപ്പൊ നമ്മുടെ വാശിയേറിയ പച്ചമുളക് തീറ്റ മത്സരം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മത്സരിക്കാൻ നമ്മുടെ കച്ചമ്പർ ദാസ് അളിയനാണ് മത്സരിക്കുന്നത്. ഓക്കെ, 5. നമ്മുടെ കിംബോയ് അളിയൻ, നന്ദു അളിയൻ, കേടി പച്ചമുളക് കേടി, നമ്മുടെ മാർട്ടിൻ. പിന്നെ നമ്മുടെ മത്സരം തുടങ്ങുന്നതാണ്. മുട്ടായി തീറ്റ മത്സരം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. കണ്ടു തെറിയും. ഞാൻ ഞെട്ടെടുത്ത് കളഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല, മാർട്ടിൻ 2 കഴിച്ചല്ലേ? 2 8. അപ്പൊ നമ്മുടെ കേടി 5 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാരും ഒരുമിച്ച്
മുറുക്കാൻ നിന്ന പോലെ തിന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ. ഓക്കെ നമ്മുടെ കിംബോയ് ഇതാ നമ്മുടെ ശ്രീധരൻ ആദ്യമായിട്ട് കഴിക്കാൻ പോണ്. ഓ കേടിയെല്ലാം അഞ്ചെണ്ണം തീർത്തു. നന്ദോളിയൻ എണ്ണം തീർത്തു, 2 തീർത്തു. കിംബോയ് 2 തീർത്തു. അപ്പൊ ഈ കൂടുതൽ ഇപ്പൊ ഏറ്റവും ബാക്കിൽ ശ്രീതളയാണ്. ഓക്കെ, ഇപ്പൊ 3 നമ്മുടെ മാർട്ടിനും കച്ചമ്പർദാസും 3 ഇപ്പോൾ എന്താ പറയാനുള്ളത്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മുറുക്കാനോ വായിക്കുന്നത് നന്ദോളി എന്താണ് 5 കഴിച്ചു. ഈ അറബിയൊക്കെ പറയും. നന്ദോളി ഔട്ടായി. മത്സരത്തിൽ നമ്മുടെ ശ്രീതളിയനും നന്ദോളിയനും ഔട്ടായിരിക്കാണ് അവര്. ഇതൊക്കെ ഒരു മത്സരമാണോ? പിന്നെ എന്ത് പറ്റി? 5 തമ്മിൽ കഴിച്ചില്ല. ഇതാണോ ജോളച്ചിപ്പാണോ ഒരു? ഇതല്ലേ. അപ്പൊ നമ്മുടെ കേടികളിയിൽ എന്താ പറയാനുള്ളത്? 5 വായിക്കാറുണ്ടല്ലേ മാർട്ടിൻ? മിണ്ടുന്നില്ല, ടെററാണല്ലോ. എന്താ മിണ്ടാത്ത? എന്താ ശ്രീ ജോളച്ചിപ്പ് എന്താണ്? ഭരതനാട്യമാണോ? കുച്ചിപ്പുടിയോ? എന്താ നാടൻ പച്ചമുളക് ജോളച്ചിപ്പിനേക്കാളും സീനല്ലേ? 2 പച്ചമുളക് കഴിച്ചപ്പോഴത്തേക്ക് ശ്രീതളയിൽ നന്ദോളിയുടെ അവസ്ഥ ഇതാണ്. 5 പച്ചമുളക് പുല്ലുപോലെ വായിക്കാതെ ഇരിക്കുന്ന കേടിയാണ്. കിംബോയ് 5 തീർന്നു. ഓ കിംബോയ് 5, കേടി 5, മാർട്ടിൻ 3. ഇവരൊന്നും മിണ്ടുന്നില്ല. എന്താ പറ്റി? സംസാരിച്ചു പോയതിന്റെ എന്ത് പറ്റി? പോടാ വായെല്ലാം പോടാ, ചൂടെല്ലാം പോയി. ഇതാണ് ഞാൻ മത്സരിക്കാൻ എന്താ പറയാ ഈ അവസരത്തിൽ. വെള്ളം കുടിച്ചിട്ട് 2 തിന്നോ. അപ്പൊ നമ്മുടെ മാർട്ടിന് ഔട്ടായിരിക്കാണ്. അപ്പൊ ഇനി അവശേഷിക്കുന്നത് നമ്മുടെ കച്ചമ്പർ ഔട്ട്. അപ്പൊ നമ്മുടെ ഈ വാശിയേറിയ പച്ചമുളക് തീറ്റ മത്സരത്തിൽ ലാസ്റ്റ് റൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കേടിയളിയനും കിംബോയുമാണ്. 2 പേരും 5 പച്ചമുളക് വീതം വായിക്കകത്ത് ആക്കിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? എന്താ പറയാനുണ്ടോ? അളിയാ എന്താ ചുണ്ടൊക്കെ പറയ്ക്കുന്നുണ്ടോ? ഫസ്റ്റ് റൗണ്ട്. അപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്ക് പോ. ഇവരൊക്കെ വട്ട എന്തോ ഒരു ദൈവസത്യ ഒടുക്കത്തെ ജീവിതത്തിൽ കണ്ടില്ല. ഇതാ 1 അല്ല 5 അല്ല 100 പച്ചമുളക് വരെ കഴിക്കുന്നു പറഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ കേടിയളിയൻ. അടുത്ത 2ാം റൗണ്ട്, സെക്കൻഡ് റൗണ്ടിലായിട്ട് പോവാണ്. 5 പച്ചമുളക് കിംബോയ്ക്ക് 5 പച്ചമുളക്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകണം. കിംബോയില് ജയിക്കും. നോക്കണേ. അപ്പൊ നമ്മുടെ വാശിയേറിയ പച്ചമുളക് തീറ്റ മത്സരത്തിന്റെ 2ാം സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാണ്. എന്റെ മൂട്ടിക്കൂടെ തീ പോകുന്നു കേട്ടിട്ടുണ്ട്. ഇന്ന് അറിഞ്ഞ. അപ്പൊ സെക്കൻഡ് റൗണ്ടിലേക്കുള്ള 5 പച്ചമുളക് വെച്ച് കൊടുക്കും. 1500 5 മുളക് വെച്ചു. സെക്കൻഡ് റൗണ്ടിലോട്ട് പോവാണ്. പെട്ടെന്ന് സെക്കൻഡ് റൗണ്ട് പറയാൻ. ഓക്കെ, തേടികളിൽ എടുത്തു 5 മുളക് കയ്യിൽ 8 കളയുന്നു. കിംബോയും 8 കളഞ്ഞ് എടുത്തിരിക്കുന്നു. ഓക്കെ ഓക്കെ, ഒന്നാമത്തെ മുളക്. അതാ 2ാമത്തെ മുളക്. 2ാമത്തെ മുളക്. കമാൺ 2 പേര് 2 മുളക് വെച്ച് അകത്താക്കി. കേടിയിലെ 3ാമത്തെ മുളക്. കിംബോയ് 2ാമത്തെ മുളക്. കേടിയിലെ 3ാമത്തെ മുളക്. കിംബോയ് 4ാമത്തെ മുളക്. കിംബോയ് 4ാമത്തെ മുളക്. കിംബോയ് 5ാമത്തെ മുളക്. 5ാമത്തെ മുളക് കിംബോയ് അകത്താക്കിക്കൊണ്ട് കിംബോയ് വേണ്ട 4ാമത്തെ മുളക് അകത്താക്കി. ഇപ്പം 5ാമത്തെ മുളക് അകത്താക്കിക്കൊണ്ട് ഇതാ കേടികളിൽ. സോ 2 പേരും 5 വീതം അകത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ 10 മുളക് വീതം കേടികളിലും 10 മുളക് നമ്മുടെ കിംബോയും അകത്താക്കിയിട്ടുണ്ട്. നടക്കുന്ന ശ്രീതല എന്തൊക്കെയോ പറയുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കും. 10 മുളക് നാടൻ പച്ചമുളക് 10 അകത്താക്കിക്കൊണ്ട് നമ്മുടെ കിംബോയും കേടികളിലും 2 മുളക് കഴിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ശ്രീതളയിലും. എന്താ പറയാനുള്ളത്? ഇനി കഴിക്കുവോ? കേടികളിയാ 2000 കൊണ്ടു.
നൻപനെ പോലെ ആരുമില്ലേ. കേടികളിലും കിംബോയി നമ്മുടെ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരിലേക്കും കിംബോയി ആണോ അതോ സോറി ക്ഷമിക്കണം, കിംബോയി ആണോ അതോ കേടികളിയാണോ? ഇല്ലില്ല, സമ്മതിക്കില്ല. നീ ജയിക്കണം. നീ എന്റെ ക്ലാസ്മേറ്റ് ആണ്. നീ പോവില്ലേ? ഇവിടെ നമുക്ക് തോപ്പിക്കണം. ഇവിടെ ഇപ്പൊ പോവും. പോയി അവന്റെ ചുണ്ടൊക്കെ ആവശ്യമുള്ളതാ. ഓ മൈ ഗോഡ്, കിംബോയി പുറത്തായിരിക്കുകയാണ്. കേടിയളിയൻ 2000 രൂപയും കൊണ്ട് നമ്മുടെ കേടിയളിയൻ പുല്ല് പോലെ കൊണ്ടുവരികയാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല നിങ്ങൾ ഓർഗനൈസ് ഇതിലും വലിയ മത്സരങ്ങളിൽ പറഞ്ഞു കൊടുക്കണ എന്നെ പഠിച്ച് പറയണ. 2000 രൂപ പതി തരാം. എനിക്ക് കാര്യം പറയണ്ട. പാലുടി പോ. പാലി നിനക്ക് വേണ്ടേ ലസ്സി വേണ്ടേ? ഇതൊക്കെ എന്തെണ്ണ? നിന്റെ നാക്കൊരു സ്റ്റീലിട്ടുണ്ടാക്കിയാണ്. വെൽഡ് ചെയ്തൊക്കെ നാക്ക്. ഗെയ്സ്, അപ്പം നിതിനളിയൻ അടുത്ത കയറുകയാണ്. ഒരു മുളക് ടേസ്റ്റ് ചെയ്യണം അല്ലേ? ശരിയല്ലേ? നിലവിൽ ടേസ്റ്റ് ചെയ്യണ്ടേ? ഇല്ല പറ, എന്തൊക്കെയാണ് പറയാനുള്ളത്? നീ മത്സരിച്ചു. സോറി, അവൻ എല്ലാ ആഴ്ചയും മുളക് തീറ്റി മത്സരം നടത്തും പിള്ളേരുമായിട്ട് ഓരോ രൂപ വെച്ച്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നിങ്ങൾ ഈ പിടിച്ചെന്നല്ലോ, സന്തോഷം. അതുകൊണ്ട് 500 പ്രതീക്ഷിക്കുന്നു. അത് അവൻ തന്നാ മേടിച്ചു. നമ്മുടെ മത്സരം കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെ വയറുള്ളത് കുറെ പെഗ്ഗായല്ലോ. ഞാൻ ഉണ്ടാക്കിയത് കുറച്ചു നേരം കലക്കിയത് കിംബോയാട്ടോ. കട സൈക്കോളജി തുടങ്ങാം. നല്ല ഐഡിയ കേട്ടോ, തുടങ്ങാം. എന്റെ ഡ്രീമാണ്. എനിക്കറിയാം, എന്റെ ഡ്രീമാണ് അത്. എന്റെ ബാംഗ്ലൂർ ഡ്രീം. കഴിക്കട കുട്ട കഴിക്കും. നമ്മുടെ നിതിനാളി ഓർമ്മ കൊടുക്കണം കേട്ടോ, അത് മസ്റ്റാ. ഒരെണ്ണം കഴിക്കണം. ഇല്ലില്ല, ഈ ചെറുതാണ് വിളിച്ചത്, ചെറുത്. ഓക്കെ, ഇത് കഴിക്കണം. അല്ലെങ്കിൽ ശരിയല്ലേ ഞാൻ പറയുന്നത്? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഒരെണ്ണം ഈ ചെറുത്. എരിവൊന്നുമില്ല, ചുമ്മാ ഞങ്ങൾ ആക്ട് ചെയ്തില്ല. നിങ്ങൾക്ക് എന്താ കഴിക്കണം? വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവില്ല. കഴിക്കും മൊത്തം ശരിക്കും എല്ലാവരും നിന്റെ ഫാൻസിനൊക്കെ നട്ടാവട്ടെ. നീ ഇവിടെ പോയി ചാക്കടാ. അവിടെ കൂടുന്നത് ചവച്ചില്ല, നീ ചവക്കില്ല. വലിയ ഇല്ലടാ, വലിയ ഒന്നുണ്ടോ? ഇല്ലല്ലോ. തുപ്പിക്കണം. അപ്പൊ അറിയാം ഇതൊക്കെ എന്തെന്ന്. അവന് വെള്ളം കൊടുക്കില്ല, തൈര് കൊടുക്കാവൂ. നമുക്ക് മത്സരം കഴിഞ്ഞുള്ള ഇവർ റിയാക്ഷൻസ് ഒന്ന് നോക്കാം. നോക്കുമ്പോ എങ്ങനെ അവിടെ പുറകിൽ ഓടുന്നേരം ഞാൻ ഒരു മാറ്റില്ല. ഒരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്നെ വെല്ലു വിളിക്കില്ലേ? ആര് വിളിച്ചു? നീ തന്നെ ഉണ്ടാവും ചാലഞ്ച്. നീ തന്നെ പറയാം, വെല്ലു വിളിക്കല്ലേ? ഞാൻ പഞ്ചിട്ടോ കണ്ണാപ്പി ഡയലോഗ്. അപ്പോൾ നമുക്ക് വേറെ കാര്യം വെച്ചാൽ 2000 രൂപ നമുക്കൊരു വൈകുന്നേരം പോയി ഫുഡ് കഴിച്ചാലോ? വിത്ത് ഷേക്ക് ആയാലും. വിശാല മനസ്കനായ ഓംപ്ലേറ്റും ചിക്കൻ വറുത്തതും ബീഫ് വറുത്തതും പന്നി ഫ്രൈയും മുട്ട വറുത്തതും. നമ്മുടെ കിംബോയി പോവാണ്. കിംബോയി ബാത്റൂമിൽ പോകണം. പെട്ടെന്ന് തന്നെ കിംബോയി എങ്ങനെ താങ്ങാവുന്നതിൽ പരമാവധി പുള്ളി താങ്ങി നോക്കി. പക്ഷെ നടക്കത്തില്ല. അമ്മാതിരി എരിവ് കേട്ടോ, അമ്മാതിരി എരിവ് എന്ന് പറഞ്ഞാൽ ഈ ജോളോ ചിപ്പിന് എരിവുണ്ട്, എന്നാലും ഒത്തിരി എരിവില്ലാത്ത അറിയാം. അത് ആ ഒരു കരോളിന മുളകിന്റെ ഒരു ചെറിയ മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് ചെറിയൊരു അംശമാണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് 2 ഗ്രാം അങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ. എനിക്കൊന്ന് ആ അംശം ഇത്ര എരിവുണ്ട്. അത് ഇത്രേ ഉള്ളൂ. ഇത് പച്ചമുളക് ഒത്തിരി ആയിരിക്കില്ല, ഭയങ്കര എരിവ് വരും കേട്ടോ. അതുകൊണ്ട് ഒരു ഭാവ വ്യത്യാസം ഇല്ലടാ. നിരവധി അനവധി മുട്ടായി മൊത്തം തീർന്നു കേട്ടോ. നിരവധി അനവധി പച്ചമുളക് തീറ്റ മത്സരത്തിന് വിജയായ വ്യക്തിയാ ഞാൻ. വീട്ടിൽ വന്ന് കമ്പ്യൂട്ടർ ഉണ്ടോ? ആക്കുന്ന കമ്പ്യൂട്ടർ തന്നെ നമ്മുടെ സ്ട്രോങ് ആണ്. ഒരെണ്ണം കഴിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് സീനായി. ഭയങ്കര എന്താണ് ഈ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത്? നാക്കിൽ നിന്ന് ഉമ്മനീര് വരാൻ പറ്റിയ മത്സരമാണ്. പിന്നെ മൂട്ടിൽ നിന്ന് തീ പോകാൻ പറ്റിയൊരു മത്സരമാണിത്.
മേലാൽ ഇമാരി മത്സരം ഡാൻസ് പഠിക്കും. ഇവിടെ കാണല്ലേ അണ്ണ ഡാൻസ് പഠിച്ചില്ലേ കുറച്ച്? ഭരതനാട്യം അറിഞ്ഞോ? ഭരതനാട്യം ഞാൻ ഒരെണ്ണം അയച്ചുള്ളൂ. തരുന്നുണ്ട് പണി ഒരു തരുന്നുണ്ട് ഇല്ലണ്ടാ ഇല്ലണ്ടാ അത് തന്നെ വയ്യ കിംബോയ് എന്തുണ്ട് അവിടെ എന്തുണ്ട്? നീ പിടിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ കേടി എന്നോട് പറഞ്ഞു അണ്ണ എനിക്ക് 2000 നല്ല ആവശ്യമുണ്ട്, അണ്ണൻ എങ്ങനെങ്കിലും ഒന്ന് തോറ്റു തരണം എന്ന് പറഞ്ഞോണ്ട് എനിക്ക് 10-20 എണ്ണം ഒക്കെ പോവായിരുന്നു. പിന്നെ ഓഫാക്കിയോ നീ അത്? കുഴപ്പമില്ല, എനിക്ക് ഇപ്പോഴും വിഷയമൊന്നുമില്ല. എനിക്ക് ഞാൻ കൂളായിട്ടിരിക്കുന്ന വാർത്തയെ പറടാ. നല്ല മുളകായിരുന്നു, ആരും മേടിച്ചു പച്ചക്കളല്ലേ ഭയങ്കര എരിവ്. ചമ്മന്തി എടുക്കാൻ അടിപൊളിയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര മധുരമാണ്. കസ്റ്റമർ ക്ലീറ്റസ് അത്ര വലിയ എരി ഇല്ല. നിങ്ങളുടെ രണ്ടുപേരും നാൻസിന്റെ അപ്പോൾ നമ്മുടെ കേടി കളിയനാണ് 2000 രൂപ കിട്ടിയിരിക്കുന്നത്. എന്റെ സഹായത്തോടു കൂടി. അല്ലെ തോറ്റെങ്കിൽ തോറ്റ് നമുക്ക് വേണ്ടല്ലേ, പോട്ടെ നമുക്ക് പോട്ടെ വേണ്ട. അപ്പോൾ 2000 രൂപ നമുക്ക് കേടികളിൽ കൊടുക്കുമല്ല, അവൻ പറഞ്ഞു തരാന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ വേണ്ട വെച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് മാത്രം അല്ലേ അങ്ങനല്ലേ പറഞ്ഞു. ഇപ്പൊ എന്റെ ഇപ്പൊ തന്നെ തീർന്നു. ആ സമയത്ത് കാണത്തില്ല. എന്ത് ചിലവ് സ്വർണ്ണം മേടിക്കാൻ പോകുന്നു. മൊത്തം സ്വർണ്ണം നാക്കിൽ പുള്ളി നാക്കിൽ കൂടെ മറ്റേ ഇത് സ്റ്റഡ് അടിക്കുന്നു. ഞാൻ ചെറിയ ഇങ്ങനെ ശ്രീ ചെറിയനാട് നടിയാവുകയാണ്. നീ അടിക്കുന്നത് വാവാച്ചി എട്ടായി ഇതോടെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഒരു ചെറിയൊരു പരിപാടിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കട്ട ഫാൻ എന്ന് പറഞ്ഞാൽ ചങ്ക് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഞങ്ങൾ അതുപോലെ ഇഷ്ടമുള്ള നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കെല്ലാവരും ഞങ്ങൾ ഇഷ്ടമെന്നറിയാം, അത് ഭയങ്കര ഇഷ്ടം, അതായത് ഭയങ്കര ഒരുപാട് ഇഷ്ടമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഉണ്ടായിരിക്കും താഴെ, കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു പരിപാടിയുണ്ട് കേട്ടോ, അതിലെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്